ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഇതുപോലെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ കാണുന്ന കുറച്ച് ഐറ്റംസ് ഇതൊക്കെ എന്ന് വെച്ചാൽ കുറേ ഡെക്കറേഷനുള്ള ഐറ്റംസ് ആണ്. പിന്നെ കുറച്ച് ഐസിൻ്റെ വരുന്ന ടൈപ്പ് സ്പൂണ്, ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേപ്പർ റോൾസ്. അപ്പോൾ ഈ പേപ്പർ റോൾസ് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലൊരു സൈക്കിളാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഡെക്കറേഷൻ. അപ്പോൾ ഇതിൽ മോൻ കളിക്കുകയൊക്കെ ചെയ്ത കുറച്ച് നാൾ മുന്നേ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് വിശദീകരിച്ചിട്ട് തരാമെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൽ കുറച്ച് ഡെക്കറേഷൻ ഇതൊക്കെ ഇതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വന്നത് ഈ വീഡിയോ ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ വീൽസ് മാത്രം ഞാൻ ഈ പേപ്പറിൻ്റെ വളരെ കുറവായിട്ടാണ് പേപ്പർ റോൾസ് എടുക്കുന്നത്. അപ്പോൾ പേപ്പർ റോൾസ് വെച്ചിട്ടാണ് ഇതുപോലെ പേപ്പർ റോൾസ് ആക്കിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ പേപ്പർ റോൾസ് മാത്രമല്ല കുറച്ചുകൂടി ഈസി ആയിട്ട്, ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പർ റോൾസ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗത്തും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പേപ്പർ റോൾസ് എടുക്കാം. പേപ്പർ ഇതുപോലെ റൗണ്ടിൽ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെയുള്ള ഐറ്റംസ്, ഇപ്പോൾ ഇതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഞാൻ വരുത്തുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഇതുപോലെയുള്ള ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടാണ് ചെറിയ മാറ്റം. ഒരേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ശേഷം അത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ എടുത്ത് പേപ്പർ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ വീൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ വീലും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഈ ഗ്ലാസിൻ്റെ തന്നെ ഭാഗങ്ങളും പ്ലാസ്റ്റിക് കുപ്പിയുടെ മൂടികളും. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് റീസൈക്കിളാണല്ലോ നമ്മൾ മെയിൻ ക്രാഫ്റ്റ്സിൽ മെയിനായിട്ട് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു വേസ്റ്റ് ഐറ്റംസ് നമുക്കതിനെ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മളിതിൻ്റെ ഇനിയിപ്പം ഈ സൈക്കിളിൻ്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലും ചെയ്യാൻ വേണ്ടി ഈ PVC പൈപ്പിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം, അതിനൊരു ഇത്തിരി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണത്തിനെ കുറച്ച് ഇത്ര വണ്ണത്തിൽ, ഏകദേശം ഈ വണ്ണത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യണം. അതായത് ഒരു മൂടിയുടെയൊക്കെ ഈ ഒരു വണ്ണമല്ലേ, അതായത് ആ വണ്ണത്തിലാണ് നമ്മൾ ചുറ്റിയെടുക്കുക. എന്നിട്ട് അതിൽ നൂല് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതിനെ ഒരു 3 പീസായിട്ട് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മളൊരു PVC പൈപ്പ് റൗണ്ടായിട്ട് മുറിച്ചിട്ട് റീൽ നൂലില്ലേ, ഇങ്ങനത്തെ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന നൂല് വെച്ചിട്ട് ആ നൂല് കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ്ലി ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ചുറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് റിങ്ങായിട്ട് മുറിച്ചിട്ട് നമുക്ക് അറിയാൻ തോന്നും. അപ്പോൾ നമ്മൾ ഈ നൂല് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കംപ്ലീറ്റ്ലി എല്ലാം ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക നൂല്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ ഗൺ ഇട്ടിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ അളവ് നോക്കുക. ഓക്കെ, നമ്മൾ ഇതേപോലെ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന അളവെടുത്തിട്ടാണ് ഇതിപ്പോൾ മുറിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പീസ് കളഞ്ഞിട്ട് ഈ മുറിച്ച പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് അളവിലേക്ക് വെച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇവിടെയും നമ്മൾ ക്രോസായിട്ട് വേറൊരു പീസും ചെയ്യും. അപ്പോൾ അതിൻ്റെ അളവ് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സൈഡിൽ ആ അളവിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നുവെച്ചാൽ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ആക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പം ഇതും കൂടെ നമ്മൾ ഇതുപോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ അളവിന് ചെറിയൊരു മാറ്റം വരുമ്പോൾ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ചെറുതായി പോകരുത്, ചെറുതായി പോയി കഴിഞ്ഞാൽ നിൽക്കത്തില്ല. പിന്നെ അതിൻ്റെ ഈ റിങ്ങിൻ്റെ ഷേപ്പും മാറ്റം വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് കറക്റ്റാക്കി വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഇച്ചിരി ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നൂല് ചുറ്റുമ്പോൾ ഞാൻ നൂല് ചുറ്റുന്നതിന് മുന്നെയാണ് കുറച്ച് അളവെടുത്ത് ഉള്ളിലത്തെ. അപ്പോൾ നൂല് വരുമ്പോൾ അപ്പുറം ഇപ്പുറത്തും കുറച്ച് ടൈറ്റ് വരും. പിന്നെ അധികം ലൂസാക്കാനും പാടില്ല, നമുക്ക് ഇങ്ങനെ നിൽക്കില്ല. ഇതാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റായിട്ട് നിന്നുണ്ട്. 3 പീസ് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണാം നമ്മളിങ്ങനെ 3 പീസ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. അതായത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ സംഭവം ഇവിടത്തേക്ക് വെക്കുക. ഇങ്ങനെ ഒരു 3 വീലർ പോലെ വെക്കുക. ഇതിൽ കാണുന്ന പോലെ ഈ 3 വീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരെണ്ണം നടുക്കും, ബാക്കിൽ 2 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. 3 വീലും എടുത്തു. അപ്പോൾ ആ 3 വീലിൽ നമ്മളിനി പ്ലാറ്റ്ഫോം പിടിപ്പിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇത്തിരി ഗ്ലൂ ഗൺ ഇട്ടിട്ട് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. ആ കാർഡ്ബോർഡ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മളതിന് ഇതുപോലൊരു കൊട്ടയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ പൂക്കട്ട പോലത്തെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ഗ്ലാസ് വെക്കുന്നതിൻ്റെ ഈ അളവെടുക്കുക. അതായത് ഈ ഗ്ലാസ് നമ്മൾ കമത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് താഴെ കണ്ടോ, ഇതുപോലെ കുറച്ച് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ ഇച്ചിരി തള്ളി നിൽക്കുന്ന രീതി, അതാണ് നമ്മൾ വീലിൽ കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ അളവ്. വേറെ അളവിനൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഇതിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും
ഇതിലും നമുക്കിതുപോലെ ചെയ്യണം. അപ്പോൾ ഇതിലും കൂടെ നമ്മൾ ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. ഇത് ഇനീഷ്യലായിട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്കിതിൽ ഗ്ലൂ ഗൺ കൊണ്ട് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഈ കപ്പൊന്ന് ഇവിടെ വെച്ച് നോക്കാം. ഓക്കെ, കറക്റ്റ് കപ്പിൻ്റെ അളവാണ് വരുന്നത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്ലൂ ഗൺ കൊണ്ട് തന്നെ ഇവിടെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി കൊടുക്കുക. കുറേ കൂടെ ഇവിടെ നമുക്ക് സ്ട്രോങ് ആക്കി കൊടുക്കാം. ഓക്കെ, കണ്ടല്ലോ. ഇപ്പുറത്തും അതേപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് നല്ല രീതിയിൽ ഇവിടെ ഒട്ടി നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്തതെന്ന് കാണില്ല. ഇനി വീല് കൊടുക്കുന്ന രീതിയിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിൽ ഹോൾസ് അടിച്ചിട്ട് നമ്മൾ ഉരുട്ടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതിന് നേരിട്ട് ഒരു സ്ട്രിങ്ങോ എന്തെങ്കിലും കമ്പിയും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതുപോലെ ഒട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ഒട്ടിയതിന് ശേഷം ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു കൊട്ട, അതായത് നമ്മൾ ഇതിൽ പൂക്കൊട്ട പോലെ നമ്മൾ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കൊട്ട നമുക്ക് ഇതുപോലെ തന്നെ ഈ സ്റ്റിക്ക്, ഇതിൻ്റെ ഐസ്ക്രീം സ്റ്റിക്ക് കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഏകദേശം ഒരു അളവ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ, ഇത്ര കുറച്ച് നമുക്ക് മേളിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള അളവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു അളവ് വെച്ചതിന് ശേഷം അത് മാർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ ഒട്ടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ അളവ് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വെച്ചാൽ അവിടെ വെക്കേണ്ട ഒരളവാണ്, അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു കത്രിക കൊണ്ട് ഇതിനെ മുറിക്കുക. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതിനുശേഷം കംപ്ലീറ്റ്ലി ഒട്ടിച്ചിട്ട് കാണിക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഇതിന് വേണ്ടി ഒരുപാട് വീഡിയോ ലെങ്തി ആക്കി വെക്കണ്ട. ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ഗ്ലൂ സ്റ്റിക്ക് ഗ്ലൂ ആക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇവിടേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. തള്ളി നിൽക്കുന്ന ഭാഗത്തിലേക്ക് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയും മതി ഗമ്മ്. ഇത്രയും തന്നെ വേണമെന്നില്ല, പക്ഷേ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുത്തത് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ അടുപ്പിച്ച് വെച്ച് ഇത് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചുറ്റിനും നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒരു കൊട്ട പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കംപ്ലീറ്റ് ഫിക്സ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം പെയിൻറ്റിങ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ റെഡ് കളറാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് ഇതുപോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് നമ്മൾ ഗ്ലൂ ചുറ്റുമാക്കി കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ എവിടെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടേക്ക് നമുക്ക് ഈ കറക്റ്റായിട്ട് ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇതിനെ ഉറപ്പിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ഗ്ലൂ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തലയിരിച്ച് വെച്ചിട്ട് ഈ ഗ്യാപ്പ് വരുന്നൊരു ഭാഗം ഉണ്ടാവും, അവിടെയും കൂടെ നമ്മൾ ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു കൊട്ട പോലെ വരുന്നതിൻ്റെ ആ ഭാഗങ്ങളിൽ ഈ പൂക്കൊട്ടേൻ്റെ ഭാഗം ചെയ്തു. ബാക്ക് സൈഡ് പോർഷൻ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളിവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കമ്പിയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, സ്ക്രാപ്പിലും കിട്ടും നമുക്ക് ഈ സാധനം. അപ്പോൾ ഇത് ഞാനൊരു സ്ക്രാപ്പിൽ നിന്ന് എടുത്താണ് ഇങ്ങനെ ഒരു കമ്പി. ഒക്കെ വേസ്റ്റായിട്ട് കിടന്നൊരു കമ്പിയാണ്. അപ്പോൾ ഇതിനെ എടുത്തിട്ടാണ് നമുക്കിനി ഈ പോർഷൻ, അതായത് നമുക്കിതിൽ കാണിച്ചു തരാം, ഇതിലേക്ക് വരുന്ന ഹാൻഡിൽ പോർഷനും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഹാൻഡിൽ പോർഷൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഫ്രണ്ട് വീലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു ഹോൾസ് ഇട്ടിട്ട് ഈ കമ്പി ഉള്ളിൽ കൂടെ ഇട്ട് അതിനെയാണ് നമ്മൾ ഹാൻഡിൽ പോലെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. നമ്മൾ ആ ഒരു കമ്പീനെ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. അതായത് നമ്മളിതിലൂടെ ബാക്കിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഈ രണ്ടായിട്ട് മടക്കിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു ചെറിയ ബെൻഡ് കൊടുക്കണം നമ്മളിവിടെ. അതായത് താഴെ കൊട്ട വരുന്നതിൻ്റെ സ്ഥലത്ത് നിന്ന് ഒരു ഹൈറ്റിലേക്ക് ഒരു ബെൻഡ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഏകദേശം നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ ഈ സൈക്കിളിൽ എടുത്തിരിക്കുന്ന അതേ ലെങ്ത്തിനെ നോക്കി ആ ഒരു ബെൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ബെൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നോക്കിയതിന് ശേഷം നമുക്ക് ഏകദേശം ആ ലെങ്ത്ത് തന്നെ എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ലെങ്ത്ത്. അപ്പോൾ നമുക്കതിൽ ആ സൈക്കിൾ വെച്ച് നോക്കാം. സൈക്കിൾ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ അടിയിലേക്കാണ് നമ്മളിതിങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത്. വേറൊരു കാർഡ്ബോർഡിൻ്റെ പീസും കൂടെ വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ആ ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഈ ലെങ്ത്ത് നമ്മൾ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷമേ നമുക്ക് ഇതല്ലോ. അപ്പോൾ ഇവിടുന്ന് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു ഹൈറ്റ് കിട്ടണം. ആ ഹൈറ്റ് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സാധനങ്ങളെ എടുക്കേണ്ടത്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ മടക്കിയ കമ്പി ഇതിൻ്റെ ഇടയിൽ കൂടെ, ഈ വീലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതുപോലെ ഇടയിൽ കയറ്റിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ബെൻഡ് ചെയ്ത് കേട്ടോ, ഇതുപോലെ ബെൻഡ് ചെയ്തിട്ട് ഇതിനനുസരിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇവിടെ വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ്. ഈ കമ്പീനെ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ അളവൊന്നും ആദ്യം നോക്കിയിട്ടില്ല. എന്നിട്ട് കമ്പി ഇങ്ങനെ നമ്മൾ പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു സൈക്കിൾ പോലെ. ഇതിൽ വീഡിയോയിൽ വരുമ്പോൾ തന്നെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് കളിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിലൊന്നും കിട്ടുന്നില്ല, എന്നാലും ഇങ്ങനെ അങ്ങ് ചെയ്യാം. അപ്പോൾ നോക്കിയല്ലോ, നമുക്കൊരു സൈക്കിളിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം പോലെ നമുക്കിങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാം. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഒരു ഹാൻഡിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഹാൻഡിൽ പോലെ എന്ത് ചെയ്യണം, ഇതുപോലെ ടി ആക്കണം. ടി ആകൃതിയിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പിരിച്ചിട്ട് ടി ആകൃതിയിലാക്കുക. ഓക്കെ, കണ്ടോ? ഇപ്പോൾ കാണാം, ഇതിന് നേരെ പാരലി ഒരു വീല് പോലെ ഒരു സൈക്കിളിൻ്റെ ബാക്ക് പോർഷൻ. ഇനി ഈ ഭാഗമാണ് നമ്മളിത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇവിടെയൊക്കെ ചെറിയ ലെങ്ത്തൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്യാം. പക്ഷേ ഞാനിത് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, പിന്നെ ഹാൻഡിലിന് എത്ര വലുപ്പം വേണമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹാൻഡിലിൻ്റെ വലുപ്പം നോക്കി ഇത്ര ദൂരത്ത് വെച്ചിട്ട്, അതിൻ്റെ ബെൻഡ് നമുക്ക് വേറെ കൊടുക്കാം. ഇത്ര ദൂരത്ത് വെച്ചിട്ട് ഞാനതിനെ പിന്നെയും മടക്കിയതിന് ശേഷം ഈ കമ്പി ഇതുപോലെ തന്നെ ചേർത്ത് വെച്ച് പിരിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് പിരിച്ചു കൊടുക്കാം. ഇങ്ങനെ പിരിച്ച് ഞാനിതിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തന്നെ പിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പിരിച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതുപോലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പോർഷനെ മടക്കി വെക്കുക. ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന പോർഷനെ ഈ ലെങ്ത്ത് നോക്കുക. ഏകദേശം നമുക്ക് ആ ലെങ്ത്ത് ഇതിന് വെച്ചിട്ട് തന്നെ നമുക്ക് ലെങ്ത്ത് എടുക്കാം. നോക്കുമ്പോൾ ഈ സ്റ്റിക്കിൻ്റെ അതേ ലെങ്ത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ഇപ്പുറത്തും നമ്മൾ ഈ സ്റ്റിക്ക് വെച്ചിട്ട് അതേ ലെങ്ത്ത് ഇവിടെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതേ ലെങ്ത്തും ഇവിടെ നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങോട്ടും ചരിച്ചിട്ട് പിരിക്കും. ഇത് ഫൈനലൈസ് ആയില്ല കേട്ടോ, ഇതിൻ്റെ ലെങ്ത്ത്. ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ കട്ട് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ച് ഈ നടുക്ക് വരുന്നതിനെ ഒന്നും കൂടെ ഇങ്ങനെ നമ്മൾ പിരിച്ചു കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ അടിയിലേക്കുള്ള സ്ട്രെങ്ത്തിലേക്ക് നമുക്കത് എടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ മേളിൽ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്കതിനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി ഇവിടെ നമ്മൾ പിന്നെ അതിന് കുറച്ച് സ്ട്രെങ്ത്തും ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം കുറച്ച് സ്റ്റഡി ആവാൻ വേണ്ടിയിട്ട് ഈ ഫോൾഡ് കിടക്കുന്ന ഭാഗത്തിലേക്ക് അതിനെ ഒന്നും കൂടെ കൊടുക്കുക. അല്ലെങ്കിൽ അതിന് അത്ര വലിയ കട്ടി ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ചേർത്ത് പിടിച്ച് താഴത്തേക്കാക്കി, കണ്ടോ? ഇതുപോലെ കൊടുക്കുക. ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് കാണിക്കുന്നത്, പ്ലെയറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇവിടുത്തെ ഈ ഭാഗവും നമുക്ക് ഒന്ന് അടുപ്പിക്കണമെങ്കിൽ ഇതേ കെട്ടിയ കമ്പി കൊണ്ട് തന്നെ നമുക്ക് ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്കെലട്ടനാണ് ആക്കിയെടുത്തത്. ഓക്കെ, ഇതിൻ്റെ പുറമെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിൽ. കണ്ടോ, ഇതുപോലൊരു സൈക്കിളിൻ്റെ സ്കെലട്ടനാക്കി ഇവിടെ കണ്ടോ, ഒരാൾ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ ആയി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ പോർഷൻ, ഫ്രണ്ടിലത്തെ ഈ പോർഷൻ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ വെച്ചിട്ടൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഇനി ഒരു ഔട്ടർ സ്ട്രക്ചർ കൊടുക്കുക. അപ്പോൾ ഹാൻഡിൽ നമ്മൾ ഏകദേശം ഇതുപോലെ വളച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലേ, ഇതുപോലൊരു ഹാൻഡിലായി കാണാമല്ലോ, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് തന്നെ ഇതിനെ ഒന്ന് നല്ലൊരു രൂപത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ 3 വീൽ സൈക്കിൾ നമുക്ക് അതിനൊന്ന് സെറ്റാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ ആക്കി ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെച്ച് നോക്കാം. ഇതിപ്പം കറക്റ്റാണെന്ന് നോക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായില്ലേ? ഇതുപോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിനൊരു സ്ട്രക്ചർ കൊടുക്കണം പുറത്തേക്കൂടെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് നമ്മളിതിവിടെ വയ്ക്കുക. കണ്ടോ, ഒരു സൈക്കിളിൻ്റെ രൂപത്തിൽ നമുക്ക് ഏകദേശം കിട്ടി. ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ റോൾസ് യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേപ്പർ റോളാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ റോൾസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കടത്തി കൊടുക്കണം. അതിനാദ്യം ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ സ്റ്റഡിയാക്കി വെച്ച ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഈ റോൾ ചെയ്ത് വെച്ച പേപ്പറിനെ ഇങ്ങനെ തള്ളി കൊടുക്കുകയായിരുന്നു. അല്ല, ഇങ്ങനെ തള്ളി കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ റോൾ ചെയ്യുകയും ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാനിപ്പം റോൾ ചെയ്ത് വെച്ചൊരു പേപ്പറിനെയാണ് ഞാൻ തള്ളുന്നത്. ഇങ്ങനെ തള്ളി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴത്തേക്കാക്കി അതേപോലെ തന്നെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് വെച്ച് ഒന്ന് ബെൻഡാക്കി കൊടുത്ത്. ഓക്കെ, കണ്ടില്ലേ? ഇതിനെ ഞാനൊന്ന് ഷേപ്പാക്കിയിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയാക്കി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കമ്പിയൊക്കെ വെച്ചിട്ട് ഒരു സ്ട്രക്ചർ, ഒരു ഷേപ്പ് പോലെ ആക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. ഇതുപോലെയാണ് നമുക്ക് ഇത് ഒട്ടിച്ചെടുത്തിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടോ ഇതുപോലെ സെറ്റായി. അപ്പോൾ ഏകദേശം അതിനനുസരിച്ച് നമ്മൾ ബെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ജസ്റ്റ് പേപ്പർ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് അതിലൊക്കെ കുറേ ഇതൊക്കെ നൂലൊക്കെ ചുറ്റാനുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇപ്പം ഇവിടേക്ക് ഒട്ടിച്ചെടുക്കണം, ഈ പോർഷൻ. അപ്പോൾ ഇങ്ങനെ ഞാനൊരു കമ്പി മടക്കിക്കൊണ്ടാണ് നമുക്കവിടെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഗ്ലൂ ഗൺ കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഗ്ലൂ മുഴുവൻ ഇതിലേക്ക് ഇതിൻ്റെ ഈ കമ്പിയുടെ മുകളിൽ ആവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഗ്ലൂ ഒഴിച്ചു കൊടുക്കാം. ഗ്ലൂ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല, കാരണം വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേതല്ല ഇത് ഒട്ടുന്ന വരെ നമ്മൾ കാക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫെവിക്കോളൊക്കെ വെച്ച് ചെയ്യാവുന്നതല്ലോ കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമ്മൾ കാർഡ്ബോർഡാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും നല്ല ഗ്ലൂ ഗണ്ണാണ്. പിന്നെ പെട്ടെന്ന് പരിപാടി തീരുകയും ചെയ്യും. മറ്റേതാകുമ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണം ക്രാഫ്റ്റ് റിസൾട്ട് കിട്ടാൻ തന്നെ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ മേളിലേക്കും കൂടെ അമർത്തി വെച്ച് കൊടുക്കണം, കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി.
അപ്പോൾ നിങ്ങൾ ഫെവിക്കോളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ ചെയ്ത പോലത്തെ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു രൂപത്തിലെത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ സൈക്കിൾ നമ്മൾ ഇവിടെ നേരത്തെ ചെയ്തത് ഇതായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കൊട്ടയിലുള്ള ഫ്ലവേഴ്സൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു റെഡ് കണ്ടീഷൻ ചെയ്തു. ഇനി നമുക്കിതിൽ ഈ കമ്പിയിലൊക്കെ ഈ റെഡ് നൂല് ചുറ്റി കൊടുക്കണം. എന്നാലേ അത് കാണുമ്പോൾ ഈ മൊത്തത്തിലൊരു ഈ ഒരു ഇത് വരുള്ളൂ. കൊട്ടയിലേക്ക് ഞാനൊന്നും ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തും വേണമെങ്കിൽ നമുക്കൊന്ന് റെഡൊക്കെ ചെയ്തിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഈ നൂല് ഞാൻ ഇതിൻ്റെ മേലെ ചുറ്റുകയാണ്. അത് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയുന്നതാണ് നൂല് എങ്ങനെ ചുറ്റുകയാണ്. ഞാൻ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ മാത്രം കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ചുറ്റി ഇവിടെ വന്ന് ഇത് കംപ്ലീറ്റ് ഇതുപോലെ ഇവിടെയൊക്കെ ചുറ്റി വേണം നമുക്ക് റെഡ് തന്നെ കംപ്ലീറ്റ് ഒരു റെഡ് തീം തന്നെ. ഞാൻ വേറെ പെയിൻറ്റിങ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഈ കമ്പുകളൊക്കെ ഇതുപോലെ തന്നെ വിടാനാണ് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് വൈറ്റ് നമുക്ക് നോക്കാം. അതും ഇതാണ് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ലീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഇതുപോലെ ഞാൻ ഇവിടെ കെട്ടിട്ട് നൂല് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചുറ്റുന്നത് ജസ്റ്റ് നമുക്ക് അറിയാമായിരിക്കാം ചുറ്റാനൊക്കെ, നമ്മളൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് നോക്കി പറഞ്ഞു തരികയാണ്. ഇതുപോലെ ഇതുപോലെ നമ്മൾ അടുപ്പിച്ച് നല്ല ടൈറ്റായിട്ട് നീങ്ങി പോരുത്. അപ്പോൾ കമ്പി കാണാത്ത രീതിയിൽ നന്നായിട്ട് ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കുക. കുറച്ചൊരു ഗ്യാപ്പ് വന്നാലും കുഴപ്പമൊന്നുമില്ല, കാണുന്നില്ല, കണ്ടാലും അത്ര വലിയ വിഷയമൊന്നുമില്ല, കാരണം നമ്മൾ ക്രാഫ്റ്റ് തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് കമ്പിയിൽ ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഔട്ട്പുട്ടായത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നൂല് കംപ്ലീറ്റ് ഞാൻ നൂല് ചുറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഭാഗം കൂടെ ചുറ്റാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തുള്ള റിബണില്ലേ, ഇങ്ങനത്തെ റിബൺ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീല റിബൺ, റെഡ് റിബണും യെല്ലോ റിബണും ഉണ്ട്. ഇങ്ങനത്തെ റിബൺ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മൂന്ന് കളർ റിബൺ എടുത്തിട്ടുണ്ടേ. ഇതിനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഇവിടുത്തെ കമ്പിയുടെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. അവിടെ ഞാനൊരു മടക്കി വെച്ചിരിക്കുന്ന കമ്പി. ഓക്കെ, ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ സൈക്കിളിൻ്റെ അറ്റത്തൊക്കെ നമ്മളിങ്ങനെ ഒരു കളർഫുള്ളായിട്ട് തൂക്കിയിടല്ലേ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ മൂന്ന് കളേഴ്സിൻ്റെ റിബൺ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഈ ഫോൾഡ് ചെയ്ത കമ്പിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ അവിടെ ഇച്ചിരി കമ്പി ബാക്കി വെക്കണം എന്ന് പറഞ്ഞത്. ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു കഷ്ണം കമ്പി എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ അറ്റത്തേക്ക് ചേർത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. മനസ്സിലായില്ലേ? ഇതുപോലെ ചേർത്ത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ താഴേക്ക് ചേർന്നിരിക്കും. ഓക്കെ, ഇതുപോലെ. അത് ഈ സൈഡിലും നമ്മൾ അതേപോലെ തന്നെ കമ്പി കഷ്ണമൊക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെ തന്നെ എടുക്കാം. നേരത്തെ പൊട്ടിപ്പോയതിൻ്റെ പല കഷ്ണങ്ങളും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ എടുക്കുന്നത് രണ്ടും ഒരേ ഹൈറ്റ് ഉള്ളതാവാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുപോലെ അപ്പോൾ നല്ല കളർഫുള്ളല്ലേ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല ഒരു കുറേ കളേഴ്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ഭംഗിയായിരിക്കും. അറ്റം കാണും ഇതുപോലെ നല്ലൊരു ഭംഗി കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കളേഴ്സ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണം നൂല് വെച്ച് ചെയ്യാം, റിബൺ തന്നെ വേണമെന്നില്ല. നൂല് വെച്ച് ചെയ്യുമ്പോൾ രസമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസൈഡിൽ റെഡ്, പിന്നെ ഈ ഫിനിഷിങ്ങുള്ള ഭാഗം കൂടെ കംപ്ലീറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കമ്പിയുടെ ഭാഗത്തൊക്കെ ഞാൻ ഇവിടെ ഒരു പഴയ സ്കെച്ച് പെന്നിൻ്റെ ഇതെടുത്തിട്ട് ഇപ്പോൾ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഫ്ലവർ ബൊക്കെ സൈക്കിളല്ലേ, അപ്പോൾ ഒരു ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കളേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എല്ലാം കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടാക്കി കൂടി. അപ്പോൾ ഇത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ട്രൈ ചെയ്തായിരുന്നു മുമ്പ്. അപ്പോൾ ഒരെണ്ണം കൂടെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം കൂടെ വെച്ചിട്ട് നമുക്കൊരു തംബ്നെയിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്. കുറച്ച് ക്ഷമ മാത്രമേ വേണ്ടൂ നമുക്ക്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഫൈനലായിട്ട് ഇത്രയും ചെയ്തിട്ടുണ്ട്. വേറെ പെയിൻറ്റിംഗ് ഒന്നും ചെയ്യേണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് ചെയ്യാനുണ്ടെങ്കിലോ എല്ലാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. അപ്പോഴാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് ഓരോരോ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു തംബ്നെയിൽ ഇടാൻ തോന്നില്ലേ? ഓക്കെ, നിങ്ങളെല്ലാവരും അഭിപ്രായം പറയുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ പുതിയ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. ഇനിയും പുതിയ പുതിയ ക്രാഫ്റ്റ്സുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്.